മറ്റൊരു കാര്യം ഈ ആയത്തിൽ തന്നെ ഉൾക്കൊള്ളുന്നത് എന്താണ്, അല്ലെങ്കിൽ ഈ ആയത്തിൽ സൂചനയുള്ളത്, ദുനിയാവിന് വേണ്ടിയുള്ള അധ്വാനം സമാധാനത്തിൽ മതി. ഫം ഷൂഫി മനാക്കിബിഹ, നടക്കാനാണ് പറഞ്ഞത്, ഓടേണ്ട ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിൽ ആഖിറത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഉപയോഗിച്ച വാക്കുകൾ ജുമുഅയെക്കുറിച്ച് പറഞ്ഞ എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാ, അല്ലാഹുവിൻ്റെ ദിക്റിന് നിങ്ങൾ ധൃതി പിടിച്ചു പോവുക. അതുപോലെ തന്നെ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുക. വസ്തബിഖുൽ ഖൈറാത്ത്, നല്ല കാര്യങ്ങളിൽ നിങ്ങൾ മത്സരിക്കുക. വസാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്ന, സ്വർഗ്ഗത്തിലേക്കും മഗ്ഫിറത്തിലേക്കും നിങ്ങൾ പരസ്പരം മത്സരിക്കുക. ഇങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത്. പക്ഷേ ദുനിയാവിൻ്റെ വിഭവങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഫം ഷൂഫി മനാക്കിബിഹ, നിങ്ങൾ സമാധാനത്തിൽ അധ്വാനിച്ചു കൊള്ളുക. അപ്പോൾ ദുനിയാവ് കിട്ടാനും അതാണ് നല്ലത്. തിരക്ക് പിടിച്ച് വളരെ മത്സരബുദ്ധിയോടുകൂടി ഏറ്റവും വലിയവനാവണം ഞാൻ എന്നുള്ള ചിന്തയോടുകൂടി അധ്വാനിക്കുന്നവർക്ക് ചിലപ്പോൾ പലപ്പോഴും നിരാശയായിരിക്കും ഫലം. എന്നാൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളനുസരിച്ചുകൊണ്ട് അവന് തവക്കുലാക്കിക്കൊണ്ട് സമാധാനത്തിൽ ഹുദൂഓടുകൂടി ശാന്തമായി അധ്വാനിക്കുക. അള്ളാഹു നമുക്ക് നിശ്ചയിച്ച റിസ്ക് നമ്മുടെ കയ്യിലെത്തും. അതോടൊപ്പം തന്നെ അധ്വാനിക്കാനുള്ള പ്രോത്സാഹനം തീർച്ചയായും ഈ ആയത്തിലുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, അതുപോലെ തന്നെ അത്തിയ സാലിം റഹിമഹുല്ലാ, അറിയപ്പെട്ട മുഫസ്സിറാണ്, ഇവരൊക്കെ പറഞ്ഞത് കാണാം, എല്ലാവിധത്തിലുള്ള ഭൗതിക പുരോഗതിയും നേടാൻ വേണ്ടി മുസ്ലിം ഉമ്മത്തിനോട് കൽപ്പിക്കുന്ന ആയത്താണിത്. ഈ ഷെയ്ഖ് അത്തിയ സാലിം റഹിമഹുല്ലാ പറയുന്നത്, ഈ ആയത്ത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ലോകത്തെ ഏറ്റവും പുരോഗതിയുള്ള ഭൗതിക കാര്യങ്ങൾ പുരോഗതിയുള്ള ഉമ്മത്ത് മുസ്ലിം ഉമ്മത്താകുമായിരുന്നു. അപ്പോൾ സഹാബത്തും അതുപോലെ താബിഈങ്ങളും മുൻഗാമികളായ നമ്മുടെ മുസ്ലിമീങ്ങൾ, നല്ലവരായ ആളുകൾ, അവരൊക്കെ ദീനിൻ്റെ കാര്യത്തിലും ദുനിയാവിൻ്റെ കാര്യത്തിലും മുൻപന്തിയിലായിരുന്നു. അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് സബബുകൾ അവർ ചെയ്യുകയും അതിന് അള്ളാഹു ദുനിയാവിൽ തന്നെ ഫലം കൊടുക്കുകയും ചെയ്തു. സഹാബത്തിൻ്റെ കാലത്ത് നമുക്കറിയാം, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തൊക്കെ മുസ്ലിമീങ്ങൾ ബഹുഭൂരിപക്ഷവും സമ്പന്നന്മാരായിരുന്നു. അതിനുള്ള കാരണം ഇതുപോലെയുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവർ അനുസരിച്ചു എന്നുള്ളതാണ്. ഇത് നമുക്കും ആവശ്യമായ കാര്യമാണ്. സഹാബത്ത് പറഞ്ഞതായി കാണാം, ദുനിയാവിൻ്റെയും ദീനിൻ്റെയും കാര്യങ്ങൾ ചെയ്യാതെ മടിയന്മാരായിരിക്കുന്നത് ഞാൻ വെറുക്കുന്നു എന്ന് സഹാബത്തിൻ്റെ അസറുകൾ കാണാം. അതുപോലെ തന്നെ മുൻഗാമികളായ ഇമാമിങ്ങളെല്ലാവരും അധ്വാനിക്കുന്നവരായിരുന്നു. ഓരോ ഇമാമികൾ ചരിത്രം നോക്കിയാലും അവരുടെ പേരുകൾ പോലും, ചില ഇമാമികളുടെയൊക്കെ പേരുകൾ അവരുടെ തൊഴിലിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിലെ 10 ഖിറാത്തുകൾ അറിയപ്പെട്ട ഒരു ഖാരിയാണ് ഹംസ അസ്സയ്യാത്ത് റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ പേര് സയ്യാത്ത് എന്നാണ്. സയ്യാത്ത് എന്ന് പറഞ്ഞാൽ എണ്ണ കച്ചവടം ചെയ്യുന്ന ആളാണ്. അതുപോലെ നിരവധി ഇമാമിങ്ങൾ, പലരുടെയും പേര് അവരുടെ തൊഴിലിൽ നിന്നുണ്ടാക്കിയതാണ്. ഖഫാൽ, ഇമാം ഖഫാൽ എന്ന് പറയുന്ന ഒരു ഷാഫി ഫഖീഹ്, അദ്ദേഹത്തിൻ്റെ പേര് ഖഫാൽ എന്ന് പറഞ്ഞാൽ പൂട്ടുണ്ടാക്കുന്ന, പൂട്ടും ചാവിയൊക്കെ ഉണ്ടാക്കുന്ന പണിക്കാരനായിരുന്നു. അങ്ങനെ ധാരാളം ഇമാമിങ്ങളെ കാണാം. മുഫസ്സിറായ ഇമാം സജ്ജാജ് എന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ തൊഴിൽ പണി ചെയ്യുന്ന ആളാണ്. അപ്പോൾ സഹാബത്തൊക്കെ അധ്വാനിക്കുന്നവരായിരുന്നു. അത് ഒരിക്കലും ദീനിന് വിരുദ്ധമല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കാൾ ഇബാദത്തുള്ള ഇൽമുള്ള ആരും അതിനുശേഷം ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും മുന്തിയ ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ്, അതിനുശേഷം മൂന്നാമത്തെ ആൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഇൽമിൻ്റെ കാര്യത്തിലും അമലിൻ്റെ കാര്യത്തിലും. അല്ല, ചില ആളുകൾ ഇത് തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഏറ്റവും നല്ലവരെന്ന് പറഞ്ഞാൽ അവർ ദീനിന് വേണ്ടി കുറേ ത്യാഗം സഹിച്ചു, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്തു എന്ന് മാത്രമാണ്. പക്ഷേ ഇൽമിൻ്റെ കാര്യത്തിലൊക്കെ അതിന് ശേഷം വന്ന ആളുകൾ അവരെക്കാളും പുരോഗമിച്ചിട്ടുണ്ട് എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട ആളുകൾ. അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തായിട്ടാണ് വന്നത്? ബിൽ ഹുദാ വ ദീനുൽ ഹഖ്. എന്താണ് ഹുദ എന്ന് പറഞ്ഞാൽ? അൽ ഇൽമുൻ നാഫി. ദീനുൽ ഹഖ് എന്ന് പറഞ്ഞാൽ അൽ അമലു സ്വാലിഹ്. ഈ 2 കാര്യങ്ങളിലും ഏറ്റവും ഉത്തമരാണ് ഈ ഉമ്മത്തിൽ സഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതുപോലെ ഇൽമിലും അമലിലും അഫ്ദലാണ്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തല്ല, അതിൻ്റെ തൊട്ടടുത്ത സ്ഥാനത്താണ് അബൂബക്കർ, അതിൻ്റെ തൊട്ടടുത്ത സ്ഥാനത്താണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല. അങ്ങനെയുള്ള ഉമർ ഒരു ദിവസം ജോലിയും ഒരു ദിവസം ദീനി പഠനമായിരുന്നു. അപ്പോൾ ഈ അധ്വാനം എന്നുള്ളത്, ദുനിയാവിന് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളത് ഒരിക്കലും അത് ദീനുമായിട്ടൊരു തആറുദ്, അത് അള്ളാഹുലേക്ക് അടുക്കാൻ തടസ്സമായ കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. നമ്മുടെ ഇൽമ പഠിക്കാനും നമസ്കരിക്കാനും നോമ്പ് നോൽക്കാനും ഒക്കെ കൽപ്പിക്കുന്ന ഖുർആൻ തന്നെയാണ്. ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി എന്ന് പറയുന്നത്. പരസ്പര വിരുദ്ധമായ കാര്യം ഖുർആനിൽ ഉണ്ടാവില്ലല്ലോ. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ഇഖ്തിലാഫ് ഉണ്ടാവുകയില്ല. ഒരു സ്ഥലത്ത് കൽപ്പിക്കുന്ന ഒരു കാര്യത്തിന് വിരുദ്ധമായിട്ട് മറ്റൊരു കാര്യം അള്ളാഹു കൽപ്പിക്കുകയില്ല. അപ്പോൾ അധ്വാനിക്കാനും ദീൻ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ തോന്നും, ഇപ്പോൾ കാലം കുറേ മാറി, പണ്ട് കാലത്തെ പോലെയല്ല,
ഇപ്പോൾ ഒരാൾ ജോലിക്ക് പോയാൽ പണ്ട് കുറച്ച് സമയം ജോലി ചെയ്താൽ മതിയായിരുന്നു, ഇപ്പോൾ കുറച്ചധികം സമയം വേണ്ടി വരും, ഒഴിവ് സമയം കുറവാണ്. അത് ശരിയാണ്, നമുക്ക് ഒരു യാഥാർത്ഥ്യം കണ്ണടച്ച് നിഷേധിക്കാൻ സാധിക്കില്ല. പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ കാലത്ത് മഈശത്തിൻ്റെ അവസ്ഥ. പക്ഷേ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ നമുക്ക് പണ്ട് കാലത്തൊക്കെ ദീൻ പഠിക്കണമായിരുന്നെങ്കിൽ, ഇൽമു പഠിക്കണമായിരുന്നെങ്കിൽ, നമുക്കറിയാം സഹാബത്ത് ഒരു ഹദീസിന് വേണ്ടി ഒരു മാസം യാത്ര ചെയ്ത സഹാബിയുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് അതിനുശേഷം സഹാബത്തിൻ്റെ അടുത്ത് വന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി നടന്നിട്ടാണ് ആളുകൾ പോകുന്നത്, അല്ലെങ്കിൽ കുതിരപ്പുറത്ത്, ഒട്ടകപ്പുറത്ത്. ഇപ്പോൾ ഷാമിൽ നിന്നൊക്കെയുള്ള താബിയങ്ങൾ മദീനത്ത് പോയിട്ട് ഇൽമു പഠിക്കുന്നത്, മദീനയിലുള്ള ഇമാമിയങ്ങളുടെ അടുത്ത് നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മാസം യാത്ര ചെയ്തിട്ടാണ് കുതിരപ്പുറത്ത് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത്. നമുക്കിന്ന് ആ അധ്വാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കി തന്നിട്ടുണ്ട്, അല്ലേ? നമുക്ക് മദീനയിൽ ഒരു ആലിമ് പഠിപ്പിക്കുന്നത് ഇവിടെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ നാട്ടിലിരുന്നിട്ടോ കേൾക്കാൻ പറ്റും. അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഒരു മാസം നമ്മളവിടെ ലാഭിച്ചു, അല്ലെങ്കിൽ എത്രയാണോ സമയം വേണ്ടത് അത് നമ്മൾ ലാഭിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭാഗത്ത് പ്രയാസം ഉണ്ടാകുമ്പോൾ നമുക്കൊരുപാട് എളുപ്പങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്. പക്ഷേ ആ എളുപ്പങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണമെന്ന് മാത്രം. ആ എളുപ്പമായിട്ടുള്ള മാർഗ്ഗങ്ങൾ അത് നമ്മെ ഹറാമുകളിലേക്കും സമയം പാഴാക്കുന്നതിലേക്കും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഈ രണ്ട് കാര്യങ്ങളും, നമ്മുടെ മഈശത്തും അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ള ജീവിതവും എളുപ്പമാക്കി തരട്ടെ. അപ്പോൾ ഈ ആയത്ത് വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. ഒരു മുസ്ലിമിൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു തരുന്ന ആയത്താണ്. ദുനിയാവിന് വേണ്ടി അധ്വാനിക്കണം, സബബുകൾ സ്വീകരിക്കണം, അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അതോടൊപ്പം ഈ അധ്വാനം ഇത് എന്നേക്കും ആസ്വദിക്കാനുള്ളതല്ല, ഇതൊക്കെ ഇവിടെ ഇട്ട് പോകേണ്ട ഒരു ദിവസം വരാനുണ്ട്. വൈലൈഹിൻ നുശൂർ എന്നുള്ള ബോധത്തോടു കൂടി അധ്വാനിക്കുക. അതുപോലെ മൂന്നാമതായിട്ട് ഇതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയാണ് ഞാൻ ഇതിൽ കൂടുതൽ അധ്വാനിക്കേണ്ടത് എന്ന് ഈ മഷി എന്നുള്ള വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പോളിസിയാണ് ഈ ആയത്ത് എന്ന് പറയുന്നത്.